ഇത് എന്താണ് നമ്മൾ ഒരു വൺ ഡേ ടൂറിൽ ഇറങ്ങിയാണ് മെക്സിമം എയർപോർട്ട് ടീം തുറക്കിൽ നിന്ന് ചാവക്കാടിലോട്ട് പോവാണ്. പോകുന്ന വഴിയിൽ മെക്സിമനിലെ ഞാൻ അനൂപ് ലത്തീഫ് കോർഡിനേറ്റേഴ്സ് ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ പോകുന്ന വഴിയിൽ നമുക്ക് വ്യായാമം ചെയ്യാനുള്ള സൗകര്യം ചെയ്യാൻ എന്റെ ടീം അവിടെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാന്നുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അവരോ ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ കൂടെയാണ്. അപ്പൊ ആർക്കും സമയം നഷ്ടപ്പെടില്ല. അതായത് നിങ്ങൾക്ക് ഞാൻ ഇന്ന് വരുന്നത് കൂടി ഒരു അരമണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടില്ലെന്ന് അറിയാം അല്ലെ? 6:15 ചെയ്യുന്നത്. 6 മണിക്ക് 6:15 തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും തിരക്കുണ്ടാവും, വർക്കിംഗ് ആണ്. നമ്മൾ ആദ്യമായിട്ട് വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം മാക്സിമം വ്യായാമം ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റും. 6 വയസ്സുകാരനും 100 വയസ്സുകാരനും ചെയ്യാം, ഗ്രൗണ്ടിൽ എത്താൻ പറ്റും. അത്രയും ലളിതമാണ്. പക്ഷെ ലളിതമാണെങ്കിൽ പോലും അത്രയും ഡൈനാമിക് എക്സസൈസ് സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ശരീരത്തിലും കാണാൻ സാധിക്കും. ആണല്ലേ? എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം എല്ലാവരും വരുന്നതും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതും. അതിന് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് രാവിലെ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് മിനിമം വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ബ്രിസ്ക് വർക്ക് ചെയ്യണ്ടേ. ബ്രിസ്ക് വർക്ക് കൈകൾ നീട്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. അപ്പൊ നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യും, വാമപ്പ് ചെയ്ത് കിട്ടും. വാമപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നിങ്ങൾ വ്യായാമം ചെയ്തതിന് ജസ്റ്റ് ഒരു എല്ലാവരും ലൈനപ്പ് ആയി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, ഒന്ന് ഇരുന്ന് എണീക്കുക. എന്നാ പൂർണ്ണമായിട്ട് ഒന്ന് ഇരുന്നിട്ട് 4-5 പ്രാവശ്യം ഇരുന്ന് എണീക്കുക. എത്ര സെക്കൻഡ് എടുക്കും? ഒരു 5 സെക്കൻഡേ എടുക്കുള്ളൂ ഒന്ന് ഇരുന്ന് എണീക്കാൻ. 5-10 സെക്കൻഡേ എടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് വാമപ്പ് കഴിഞ്ഞു, അടുത്ത് മസിൽ ലൂസനപ്പ്. ആ ലൂസനപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മസിൽ നിങ്ങൾ എന്ത് ചെയ്യും, രാവിലെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഒന്ന് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇരുന്ന് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മസിൽ സിസ്റ്റം എന്ത് ചെയ്യും, ഒന്ന് ലൂസനപ്പായി. ഇപ്പൊ വാമപ്പ് കഴിഞ്ഞ് ലൂസനപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എന്ത് ചെയ്യാം, എന്താണ് ബെൻഡൊക്കെ ചെയ്യുന്ന സമയത്ത്, ബോഡി ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രയാസം ഇല്ലാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ ബോഡിയെ ബെൻഡ് ചെയ്യാൻ പറ്റും. മറ്റേ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. നിങ്ങൾ വാമപ്പ് എന്തായാലും നിർബന്ധമാണ്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഇരുന്ന് ഓൺ ടൈമിങ്ങിന്, അതിനൊരു കമാൻഡ് കാര്യമില്ല, ഓൺ ടൈമിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാമപ്പിന് കഴിഞ്ഞ് ഉടനെ ചെയ്യാം. പക്ഷെ നിങ്ങൾ 4-5 പ്രാവശ്യം ഇരുന്ന് എണീക്കാനും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചെയ്യിപ്പിക്കപ്പെടും കേട്ടോ. നല്ലതാണ്. നിങ്ങൾക്ക് നാളെ മുതൽ ചെയ്തു നോക്കി നിങ്ങൾക്ക് അതിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് ഇരുന്ന് എണീറ്റാൽ നിങ്ങളെ മസിലൊക്കെ ഫ്രീ ആയി കിട്ടും. പിന്നെ എന്താണ് ക്ലാപ്പിംഗ് ഓവറായിട്ട് ചെയ്ത് ബെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മെക്സാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാ പ്രായക്കാരും ഉണ്ട്. ശാരീരികക്ഷമത വ്യത്യസ്തമാണ്. അപ്പൊ അവനാന്റെ ശാരീരികക്ഷമത നോക്കി മാത്രമേ വ്യായാമത്തിൽ ഏർപ്പെടുള്ളൂ. മറ്റുള്ളവരെ നോക്കി അല്ലെങ്കിൽ ലീഡറെ നോക്കി നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികക്ഷമത അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ജമ്പിംഗ് ജാക്സ് ചെയ്യാൻ പാടുള്ളൂ. 70 വയസ്സുകാരന് ജമ്പിംഗ് ജാക്സ് ചെയ്യാം, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയിലാണെങ്കിൽ ചെയ്യാം. 80 വയസ്സുകാരനും ചെയ്യാം. പക്ഷെ ഒരു 30-40 വയസ്സുകാരൻ ഇല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പ്രയാസം ജമ്പിംഗ് ജാക്സ് ചെയ്യാൻ പാടില്ല. പകരം ചെയ്യാം, കൈകൾ ഉയർത്തുക, താഴ്ത്തുക. കേട്ടോ. ജമ്പിംഗ് ജാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മടമ്പ് ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല. മടമ്പ് ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല. മൊത്തം ബോഡിയുടെ വെയിറ്റ് കാലിന്റെ വിരലിന്റെ മുകളിൽ മാത്രമാണ് ബോഡി വെയിറ്റ് വേണ്ടത്. മടമ്പ് ടച്ച് ചെയ്താൽ മുട്ടുവേദന, ബാക്ക് പെയിൻ രണ്ടും വരാൻ സാധ്യതയുണ്ട്. ഉടനെ വരണമെന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്ത് ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നില്ല. പക്ഷെ അത് ഗ്രാജുവലി എന്ത് ചെയ്യും, വേദന ഉണ്ടാവും, സാധ്യത ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കുക. മുട്ട് ഒരിക്കൽ പോലും ടച്ച് മടമ്പ് ഹീൽ ഒരിക്കൽ പോലും ടച്ച് ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുട്ടുവേദന ബാക്ക് പെയിനുള്ള ഒരു ജമ്പിംഗ് ജാക്ക് ചെയ്യാൻ പാടില്ല. മുട്ടുവേദന ബാക്ക് പെയിനുള്ള ജമ്പിംഗ് ജാക്ക് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ടോജമ്പ് ചെയ്യാൻ പാടില്ല. ടോജമ്പിനും മുട്ടുവേദന എന്ത് ചെയ്യാം, കൈകൾ പൂർണ്ണമായിട്ട് ഉയർത്തിയ ജമ്പിംഗ് ജാക്ക് ചെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്തി താഴ്ത്തിയാൽ വിരലിന്റെ മുകളിൽ പൊങ്ങുക, താവുക കേട്ടോ. വിരലിന്റെ മുകളിൽ പൊങ്ങുക, ബോഡി വെയിറ്റ്. ഇതേപോലെ ലിഫ്റ്റ് ചെയ്യാൻ കൈകൾ ഉയർത്തുക, കൈകൾ താഴ്ത്തിയാൽ മതി. പ്രായമുള്ളവർക്കൊന്നും ജമ്പിംഗ് ജാക്സ് എല്ലാവരും ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രായമുള്ള ആളുകൾക്ക് എന്താ വേണ്ട, ഏറ്റവും ഗുണമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് കൈകൾ ജമ്പിംഗ് ജാക്സ് ചെയ്യുന്ന സമയത്ത് കൈകൾ പൂർണ്ണമായിട്ട് ഉയർത്തുക, വിരലിന്റെ മുകളിൽ പൊങ്ങുക, താഴ്ന്നാൽ മതി. ജമ്പിംഗ് ജാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രായമുള്ള ആളുകൾ. ആക്ച്വലി എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ബെനിഫിറ്റ് കിട്ടും കേട്ടോ. കൈകൾ മുകളിലോട്ട് ഒന്ന് വലിച്ചു പിടിക്കുക. ഇവിടെ മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുന്ന പോലെ ഒന്ന് ഉയർത്തി. അതെ കേട്ടോ, ഒന്ന് പൊങ്ങി കണ്ടുവരണം. ഇതാണ് പൊസിഷൻ കേട്ടോ. പ്രായമുള്ളവർക്കൊക്കെ ഈ ഒരു പൊസിഷൻ ചെയ്താൽ തന്നെ അതിന്റെ ഗുണം കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം.
ഡോക്ടർ അഡ്വൈസ് ഉണ്ടെങ്കിൽ ഡോക്ടറാണ് നമ്മുടെ ഏറ്റവും അഡ്വൈസറി. മറ്റാര് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാധയില്ല. ഡോക്ടർ എന്താ പറഞ്ഞത് അതാണ്. ഡോക്ടർ പറയാൻ നിങ്ങൾ ജമ്പ് ചെയ്യേണ്ടതാണ്, ജമ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡോക്ടറാണ് ഫൈനൽ അതോറിറ്റി. ഡോക്ടറെ അഡ്വൈസ് നോക്കിയിട്ട് മാത്രമാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഡോക്ടർ എന്താ അഡ്വൈസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പാടുള്ള. സ്വന്തം നിലക്ക് വ്യായാമം ചെയ്യരുത്. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, ഈ കാര്യങ്ങൾ നന്നായി കുറയുണ്ടോ ഇല്ലേ? മരുന്ന് കഴിക്കുന്ന ആളുകൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഈ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മരുന്ന് കുറക്കണം. എല്ലാം നിങ്ങൾ ഈ വ്യായാമം ചെയ്യുക. അതേപോലെ തന്നെ ഷുഗറിനും പ്രഷറിനൊക്കെ മരുന്ന് കഴിച്ചാൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരും, തലവേദന വരും, വീണ് പോകുന്ന പൊസിഷനോട്ട് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? നിങ്ങൾ ഷുഗർ ലെവൽ കുറയുന്നുണ്ട് അല്ലെങ്കിൽ പ്രഷർ ലെവൽ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡോക്ടറെ കണ്ടിട്ട് ഉടനെ എന്ത് ചെയ്യുക? ആ മരുന്ന് കുറയ്ക്കുക. നമ്മുടെ വ്യായാമം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഒരു മെഡിസിനാണ്. നിങ്ങൾ എപ്പോ വ്യായാമം നിർത്തുന്നത് നിങ്ങളെ ശാരീരിക അവസ്ഥ പഴയ സ്ഥിതിയിലോട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. ഇതൊരു മരുന്നാണ്. അപ്പൊ ആ മരുന്ന് എന്ത് ചെയ്യുക? 2 മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് മരുന്ന് കുറക്കാൻ ഡോക്ടറെ അടുത്ത് കണ്ട് പറഞ്ഞാൽ ഡോക്ടർ ഓട്ടോമാറ്റിക് കുറയ്ക്കും. ഒരുപാട് ആൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടാവില്ലേ? സ്ഥിരമായിട്ട് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, എത്രയോ മരുന്നുകൾക്ക് അടിമ, എത്രയോ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് മരുന്നുകൾ കഴിച്ച് ജീവിതാന്ത്യം വരെ മരുന്ന് കഴിച്ചിട്ട് പോകാറാണ്. പക്ഷെ മെക്സിമം വന്നതിന് ശേഷം അതിനൊരു അറുതി വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് വ്യായാമം, വ്യവസ്ഥാപിതമായിട്ടുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ പോകാതെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ സാധ്യമാണെങ്കിൽ മെക്സിമം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വേണ്ടത്? കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു വ്യായാമത്തിൽ നമ്മൾ ഏർപ്പെടാൻ നമ്മൾ തയ്യാറാണ്. ഒരു 25 മിനിറ്റ് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ആരോഗ്യം നിങ്ങളെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുമല്ലേ? കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ചെയ്യാണ്ട്, എന്ത്? വെറും വ്യായാമത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും? ഇല്ല. പിന്നെന്താ വേണ്ടത്? ഭക്ഷണ കൺട്രോളിംഗ് വേണം. ഓക്കെ, എത്ര വ്യായാമം ചെയ്താലും കാര്യമില്ല, ഭക്ഷണ കൺട്രോളിംഗ് ഇല്ലാതെ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ പോകില്ല. ഭക്ഷണം എന്താ വേണ്ടത്? നിങ്ങൾ കഴിച്ച ഭക്ഷണം കഴിക്കാം. പ്രശ്നമില്ല. ഉച്ചയ്ക്ക് ഹെവി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് നല്ല കല്യാണത്തിൽ പോയി നിങ്ങൾ എന്തെങ്കിലും ഹെവി ഭക്ഷണം, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനെയല്ലേ ബിരിയാണി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി